കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങൾ ISRO ചെയർമാൻ ഉദ്ഘാടനം ചെയ്യും. സപ്തതി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം ബെസേലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോതമംഗലം MLA ആന്റണി ജോൺ, മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മാർ അത്തനേഷ്യസ് കോളേജ് സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങളും കൗതുകവും ഒന്നിച്ചു ചേർത്ത നിരവധി പരിപാടികളാണ് മാർ അത്തനേഷ്യസ് സ്ഥാപനങ്ങളായ മാർ അത്തനേഷ്യസ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നീ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കുന്നത്. സപ്ത 24 എന്ന പേരിൽ 2024 സെപ്റ്റംബർ 26 മുതൽ 28 വരെ അഖില കേരള ഇന്റർ സ്കൂൾ ശാസ്ത്ര സാങ്കേതിക മത്സരങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കുന്നു. ഇതിൽ കേരളത്തിലെ 10, 11, 12 ഗ്രേഡുകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സയൻസ് ക്വിസ്, മാത്തമാറ്റിക് ക്വിസ്, ആനിമേഷൻ, വെബ് ഡിസൈൻ, സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ഐഡിയത്തോൺ തുടങ്ങിയ മത്സര വിജയികൾക്ക് 1.5 ലക്ഷത്തിൽ അധികം രൂപയുടെ സമ്മാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISRO, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഫയർഫോഴ്സ്, കേരള പോലീസ്, മെഡിക്കൽ കോളേജ്, BSNL, നേരിമംഗലം ഫാം, കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളുടേതടക്കം 70-ൽ പരം സ്റ്റാളുകൾ ഉൾപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. സപ്ത 24 എന്ന പേരിൽ 3 ദിവസം കൊണ്ട് നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 26-ന് ബെസേലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക ഉദ്ഘാടനം ചെയ്യും. സപ്ത 24-ന് പുറമെ സയൻഷ്യ 24 എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള 4 ദിവസത്തെ സയൻസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് മാർ അത്തനേഷ്യസ് കോളേജ് ആതിഥേയത്വം വഹിക്കും. കൂടാതെ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് രാജ്യത്തുടനീളമുള്ള യുവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സാങ്കേതിക കഴിവുകളും നൂതന ആശയങ്ങളും പ്രദർശിപ്പിക്കുന്നതിന് വേദിയൊരുക്കുന്ന ദേശീയ തലത്തിലുള്ള ഇന്റർ കോളേജിയേറ്റ് ടെക്നിക്കൽ ഫെസ്റ്റായ തക്ഷക് 24 സംഘടിപ്പിക്കുന്നു. കോതമംഗലം പ്രദേശത്തെ ജനതയെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായ പ്രൊഫസർ MP വർഗീസിന്റെ നേതൃത്വത്തിൽ 1953 ഒക്ടോബർ 21-ന് രൂപീകരിച്ച മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സപ്തതിയുടെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ അസോസിയേഷന് കീഴിലുള്ള സ്ഥാപനങ്ങൾ കോതമംഗലത്തിന് മാത്രമല്ല ലോകത്തിനു തന്നെ അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നഫസിൽ ജൈത്രയാത്ര തുടരുന്നു. 1961-ൽ കോതമംഗലത്ത് സ്ഥാപിതമായ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ തുടങ്ങിയ ഏഷ്യയിലെ തന്നെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജാണ്. AG ജോർജ് വൈസ് ചെയർമാൻ, മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ ഡോക്ടർ ബോസ് മാത്യു ജോസ് പ്രിൻസിപ്പൽ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡോക്ടർ മഞ്ജു കുര്യൻ പ്രിൻസിപ്പൽ, മാർ അത്തനേഷ്യസ് കോളേജ് ഡോക്ടർ ബെന്നി അലക്സാണ്ടർ പ്രിൻസിപ്പൽ, മാർ ബെസേലിയോസ് കോളേജ് KK ദാനി ശാസ്ത്ര പ്രദർശന കമ്മിറ്റി ചെയർമാൻ, KP ബാബു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ, ഡോക്ടർ സോണി കുര്യാക്കോസ് ശാസ്ത്ര പ്രദർശന കമ്മിറ്റി കൺവീനർ, പ്രൊഫസർ ബൈബിൻ പോൾ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ 26, 27, 28 ദിവസങ്ങളിലാണ് ഈ പരിപാടികൾ നടത്തപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് ഒട്ടനവധി കോളേജുകളിലെ സ്കൂളുകളിലെ കുട്ടികളുടെ കലാപരിപാടികളിലും കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അതിൽ നിന്നും അത് കഴിഞ്ഞ് അതിന് ശേഷം എക്സിബിഷനാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 70 വർഷം പിന്നിട്ട ഈ അസോസിയേഷൻ്റെ ആദ്യം ആർട്സ് കോളേജ് ആരംഭിച്ചു, അതിനുശേഷം എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു, അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു, അതുപോലെ തന്നെ അടിമാലിലെ കോളേജും ആരംഭിച്ചു. ഈ 3-4 സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് കൊണ്ടുവരാനായിട്ട് അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നെ ഈ ഉയർച്ചയുടെ ഏറ്റവും അടിസ്ഥാനം ജനങ്ങളുടെ എല്ലാം ഒരു സഹായ സഹകരണങ്ങളാണ്. ആ സഹായ സഹകരണങ്ങൾക്ക് സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമ്മൾ ഈ പരിപാടി വളരെ ഗംഭീരമാക്കി തീർക്കുന്നതിന് ഈ മുമ്പിലിരിക്കുന്ന ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.